ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ അറിയുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. നമുക്ക് ചോദ്യം ചോദിക്കാൻ അറിയത്തില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്നു പോകുന്നത്. നമുക്ക് അവർ പറഞ്ഞ ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നമുക്ക് കിട്ടാണ്ട് വരും. അപ്പൊ ഞാനിപ്പോൾ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇസാമാറ് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നും നമ്മൾ അതേപോലെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നും. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്കത് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ്. ഇന്നത്തെ ക്ലാസ് ഒരേ സ്ട്രക്ചറിലാണ് കേട്ടോ. ഒരേ സ്ട്രക്ചറിൽ എങ്ങനെ ചോദ്യം ചോദിക്കാം എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ നമുക്ക് ചോദിക്കണം, അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ? നിനക്ക് അവൻ്റെ കൂടെ ഒന്ന് പോകാമായിരുന്നില്ലേ? നിനക്ക് അവനെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്താണ്, നിനക്ക് അതൊന്ന് ചെയ്യാമായിരുന്നില്ലേ? ഒരു സഹായം അവൾക്ക് ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ? ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ എന്ത് ചോദ്യമാണ്? നിനക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഞാനൊരു അമ്മയാണ്, ഒരു അമ്മ എന്ന ലെവലിൽ മക്കളോട് ചോദിക്കുന്നത് എന്താ? നിനക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്തു, നിനക്കതൊന്ന് ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ഈ പണിയെല്ലാം ചെയ്തത് നീ കണ്ടില്ലേ? നിനക്കതൊന്ന് ചെയ്യാമായിരുന്നില്ലേ? ഇതെന്താണ്? എൻ്റെ ഒരു പരിഭവം ഞാൻ എൻ്റെ മോളോട് പറയണതാണ് അല്ലെ. നിനക്ക് അവളെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? കാര്യം എന്താ? ഒരു പക്ഷേ പരീക്ഷയ്ക്ക് നിനക്ക് തോറ്റിട്ടുണ്ടാവും. നിനക്ക് നന്നായി പഠിക്കാൻ അറിയുന്നതല്ലേ, നിനക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ, നിനക്കതൊന്ന് അവളെ പഠിപ്പിക്കാമായിരുന്നില്ലേ? നിനക്ക് അവൻ്റെ കൂടെ ഒന്ന് പോകാമായിരുന്നില്ലേ? അതിനെ തന്നെ വിടേണ്ട എന്തേലും കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് പോകാമായിരുന്നില്ലേ? ഇതൊക്കെ എന്താ? നമ്മുടെ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ പരിഭവം പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വിഷമം പറയണതോ ഒക്കെയാണ് അത്. അപ്പൊ ഇതെങ്ങനെയാണ് സെന്റൻസ് ആക്കുന്നത്? അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നു. നമ്മൾ പഠിച്ച സെന്റൻസ് സ്ട്രക്ചറാണിത്. അതല്ലെങ്കിൽ എന്താണ്, നിനക്ക് അവിടെ വരെ ഒന്ന് കൂട്ടുപോകാമായിരുന്നു. ഇതെങ്ങനെയാ പറയണത്? ഇതൊക്കെ എന്താ? നിനക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എളുപ്പം. നമ്മൾ ജോലി ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വിഷമം, നിനക്ക് കഴുകി വെക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു, നീ ചെയ്തില്ല, ചെയ്യാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നു, ചെയ്തില്ല. എന്തുപയോഗിക്കണം? കുഡ് ഹാവ് V3 ഉപയോഗിക്കണം. അപ്പം അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നു എന്നെങ്ങനെ പറയണം? അവൾ വെക്കാമായിരുന്നു, പാത്രം കഴുകാമായിരുന്നു. എങ്ങനെ പറയും? അവൾ could have washed the dishes. Could have washed the dishes. അതെന്തുകൊണ്ടാണ്? കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? മായിരുന്നില്ലേ. ഞാൻ വിഷമത്തോടെ ചോദിക്കുകയാണ്, അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കുന്നേ? കുഡിൻറ്റ്. മായിരുന്നില്ലേ? കുഡിൻറ്റ് എന്നെങ്ങനെ ചോദിക്കണം? കുഡിൻറ്റ് ഷീ ഹാവ്. എങ്ങനെ വന്നു? Couldn't she have washed the dishes? Dishes wash ചെയ്ത് വെക്കാമായിരുന്നില്ലേ? Couldn't she have washed the dishes? Dishes ഒക്കെ അവൾക്ക് വാഷ് ചെയ്ത് വെക്കാമായിരുന്നില്ലേ? Could has അല്ല, could have. ഇനി അതേപോലെ ഒന്നാണ്, ആ കട വരെ നിനക്കൊന്ന് അവന് കൂട്ടുപോകാമായിരുന്നില്ലേ? അതൊക്കെ ഞാൻ എൻ്റെ കൊച്ചു മോള് കടയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്കൊന്ന് കൂട്ടുപോകാമായിരുന്നില്ലേ? പോകുന്ന വഴിക്കൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ സാഹചര്യം പോകുന്ന വഴിക്കെല്ലാം പട്ടിയ, അപ്പോൾ നിനക്കൊന്ന് കൂട്ടുപോകാമായിരുന്നില്ലേ ആ കട വരെ? എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? എങ്ങനെ ചോദിക്കണം? കൂട്ടുപോകുക, അവരെ നമ്മൾ അനുഗമിക്കുക. അക്കമ്പനീഡ്. പോവുക, അക്കമ്പനി. ഓക്കെ. അപ്പൊ പോകാമായിരുന്നില്ലേ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കണം? couldn't. നിനക്ക് couldn't you have accompanied him? അവന്റെ കൂടെ ഒന്ന് പോകാമായിരുന്നില്ലേ? എങ്ങോട്ട്? to the shop. നിനക്ക് അവന്റെ കൂടെ ഒന്ന് ഷോപ്പിലോട്ട് പോകാമായിരുന്നില്ലേ? couldn't you have accompanied him to the shop? ഇനി നമ്മൾ അതിന്റെ പോസിറ്റീവ് സെന്റൻസ് ഒന്ന് പറയുകയാണെങ്കിലോ, നിനക്ക് അവന്റെ കൂടെ കടയിൽ പോകാമായിരുന്നു എന്ന് പറയണമെങ്കിലോ, നിനക്ക് you could have
accompanied him to that shop. Him to that shop. ആ ഷോപ്പിലോട്ട് അക്കമ്പനി ചെയ്യാമായിരുന്നു. കുഡ് ഹാവ് അക്കമ്പനിഡ്. നിനക്ക് ആ കടയിലേക്ക് അവന്റെ കൂടെ പോകാമായിരുന്നു. മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇനി അടുത്തത് എന്താണ്? നിനക്ക് കുറച്ച് പൈസ കടം ചോദിക്കാമായിരുന്നില്ലേ? നിനക്ക് കുറച്ച് പൈസ കടം ചോദിക്കാമായിരുന്നില്ലേ? എങ്ങനെ പറയണം? അതൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്കിവിടെ ഇപ്പം നമ്മളെ കയ്യിലൊന്നുമില്ലാത്തപ്പം മറ്റേയാളുടെ കയ്യിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് അവനോട് കുറച്ച് പൈസ കടം ചോദിക്കാമായിരുന്നില്ലേ? അല്ലെ, ഒരു വിഷമസന്ധിയിലാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് ചോദിക്കണം? കുഡിന്റ്. ചോദിക്കാമായിരുന്നില്ലേ? കുഡിന്റ് യു ഹാവ് ബോറോഡ്. കടം ചോദിക്കുക. ബോറോഡ് ആരോട്? സം മണി. പൈസ ചോദിക്കാമായിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയാണ്, നിനക്ക് അവനോട് കുറച്ച് പൈസ കടം ചോദിക്കാമായിരുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? നിനക്ക് യു കുഡ് ഹാവ് ബോറോഡ് സം മണി. കുറച്ചു പൈസ ചോദിക്കാമായിരുന്നു. കുഡ് ഹാവ് ബോറോഡ് സം മണി. പൈസ ചോദിക്കാമായിരുന്നു. ചോദിക്കാമായിരുന്നില്ലേ? കുഡിന്റ് യു ഹാവ് ബോറോഡ്. ചോദിക്കാമായിരുന്നില്ലേ? കടം ചോദിക്കാമായിരുന്നില്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ എന്തായാലും നിനക്ക് കുറച്ച് മീൻ മേടിക്കാമായിരുന്നു. മേടിക്കാമായിരുന്നു ക്വസ്റ്റ്യൻ വരുമ്പോ മേടിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോ ഞാനൊക്കെ ആണെങ്കിൽ ഒരു അമ്മ എന്ന ലെവലിൽ ഞാൻ പറയും, വില എന്തൊക്കെയാണെങ്കിലും കുറച്ച് മീൻ മേടിക്കാമായിരുന്നില്ലേ. അതെന്റെ ഒരു പരിഭവമാണ്. കുറച്ച് നല്ല മീൻ മേടിക്കാമായിരുന്നില്ലേ. എങ്ങനെ പറയും? കുഡിന്റ് യു ഹാവ് V3 bought some fish? എന്തൊക്കെയാണെങ്കിലും എനിവേ. കുഡിന്റ് യു ഹാവ് ബോട്ട് സം ഫിഷ് എനിവേ. എന്തൊക്കെയാണെങ്കിലും കുറച്ച് മീൻ നിനക്ക് മേടിക്കാമായിരുന്നില്ലേ? ഇനി നമ്മൾ പറയണം, എന്തൊക്കെയാണെങ്കിലും നിനക്ക് കുറച്ച് മീൻ മേടിക്കാമായിരുന്നു. നിനക്ക് മേടിക്കാമായിരുന്നു. കൈ പൈസ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് മീൻ മേടിക്കാമായിരുന്നു. എങ്ങനെ പറയും? യു കുഡ് ഹാവ് ബോട്ട്. യു കുഡ് ഹാവ് ബോട്ട്. മേടിക്കാമായിരുന്നു. പൈസ ഉണ്ടായിരുന്നല്ലോ. അടുത്തൊരു സെന്റൻസ്. നിനക്ക് ഇന്ന് കട തുറക്കാമായിരുന്നില്ലേ? അപ്പോ കട തുറക്കാതെ ഇരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഇന്ന് നല്ല തിരക്കായിരുന്നു, നിനക്കിന്ന് കട തുറക്കാമായിരുന്നില്ലേ? കട തുറക്കാൻ ഇന്ന് രാവിലെ തിരക്കായിരുന്നല്ലോ, നീ തുറന്നില്ലല്ലോ. നല്ല തിരക്കായിരുന്നു, നല്ല കച്ചവടം ഉണ്ടായിരുന്ന സമയമായിരുന്നു, നീ അത് ഉപയോഗിച്ചില്ല, നിനക്ക് തുറക്കാമായിരുന്നില്ലേ? എന്റെ പരിഭവമാണ്. എങ്ങനെ ചോദിക്കണം? എങ്ങനെ ചോദിക്കണം? തുറക്കാമായിരുന്നില്ലേ? കുഡിന്റ് യു ഹാവ് ഓപ്പൺ ദ ഷോപ്പ്. കുഡിന്റ് യു ഹാവ് ഓപ്പൺ ദ ഷോപ്പ്. തുറക്കാമായിരുന്നില്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് സെന്റൻസ്. രാത്രി ആകുന്നതിന് മുമ്പ് വരാമായിരുന്നില്ലേ? രാത്രി ആകുന്നതിന് മുമ്പ് വരാമായിരുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. രാത്രി ആകുന്നതിന് മുമ്പ് വരാമായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഓർക്ക് ഇവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ. നമ്മൾ ആരോടാ ചോദിക്കുന്നത്? നിന്നോടാ ചോദിക്കുന്നത്. രാത്രി ആകുന്നതിന് മുമ്പേ നിനക്ക് വരാമായിരുന്നില്ലേ? അപ്പൊ ഇനി നിങ്ങൾ പറയും, അതെങ്ങനെയാ ചോദിക്കുന്നത്? അതെന്റെ ഒരു ചോദ്യമാണ്. ഞാൻ ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ വിഷമം വന്നിട്ടോ എന്റെ പരിഭവം പോലെയോ ഞാൻ ചോദിക്കുകയാണ്, രാത്രി ആവുന്നതിന് മുമ്പേ വരാമായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? കുഡിന്റ് യു ഹാവ് വരിക. കം V3 ആണ്. കുഡിന്റ് യു ഹാവ് കം എന്താണ്? ബിഫോർ നൈറ്റ്. രാത്രിക്ക് മുമ്പേ. ബിഫോർ നൈറ്റ് വരാമായിരുന്നില്ലേ? ഇനി അടുത്തത്. അവന് നല്ലത് തിരഞ്ഞെടുക്കാമായിരുന്നു. അവന് നല്ലത് തിരഞ്ഞെടുക്കാമായിരുന്നു. എങ്ങനെ പറയും? അവന് നല്ലത് തിരഞ്ഞെടുക്കാമായിരുന്നു. എങ്ങനെ പറയും? കുറെ ഇട്ടിരിക്കുകയായിരുന്നു, കൈ പൈസയും ഉണ്ടായിരുന്നു, നല്ലത് തിരഞ്ഞെടുക്കാമായിരുന്നു. യു കുഡ് ഹാവ് ചൂസൺ ബെറ്റർ. ബെറ്റർ തിരഞ്ഞെടുക്കാമായിരുന്നു. തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എങ്ങനെ ചോദിക്കും? കുഡിന്റ് യു ഹാവ് ചൂസൺ ബെറ്റർ. തിരഞ്ഞെടുക്കാമായിരുന്നില്ല. അവന് നല്ലത് തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് എങ്ങനെ പറയും? യു. അവന് കുഡ് ഹാവ് ചൂസൺ. തിരഞ്ഞെടുക്കാമായിരുന്നു. ഇനി അടുത്തത് നിനക്ക് അതൊന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞ് അതെങ്ങനെ പറയും?
നിനക്ക് അതൊന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? ആരെ? നമുക്കിനി ആരെ വേണ്ട, നിങ്ങളെ ആരെയാണെങ്കിലും അവിടെ വെച്ചോ, അവളെയോ അവനെയോ അവരെയോ എന്നെയോ ആരെയെങ്കിലും വെച്ചോളൂ കേട്ടോ. അപ്പോൾ നിനക്ക് അതൊന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? മായിരുന്നില്ലേ? ഞാൻ വിഷമത്തോടെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? Couldn't you have thought, V3, that? Couldn't you have thought that? അതൊന്ന് പഠിപ്പിക്കാമായിരുന്നില്ലേ? നെക്സ്റ്റ് ഈസ് നിനക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നില്ലേ? അത് നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിനക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നു എന്ന് പറയണം. നിനക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നു. എങ്ങനെ പറയും? നീ, യു കുഡ് ഹാവ് പ്രേഡ്, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നു. ആൻഡ് കം ഡൗൺ, താഴോട്ട് വരാമായിരുന്നു. നിനക്ക് താഴോട്ട് വരാമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട്, കുഡ് ഹാവ് പ്രേഡ്, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നു. ഇനി ഇറങ്ങാമായിരുന്നില്ലേ, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നില്ലേ എങ്ങനെ ചോദിക്കും? couldn't you have prayed and come down? couldn't you have prayed, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമായിരുന്നില്ലേ? ഇനി അടുത്തത്, നിനക്കൊന്ന് അതിലെ പോകാമായിരുന്നില്ലേ? അവിടെ അമ്മച്ചി മേലാതെ കിടക്കാണ്, ആ അമ്മച്ചിനെ ഒന്ന് കാണാനേ, നീ അതിന്റെ അടുത്തോടെയല്ലേ പോയി, നിനക്കൊന്ന് അതിലെ പോകാമായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കണം? couldn't you have പോവുക, gone അല്ലേ, gone അവിടെ, there, പോകാമായിരുന്നില്ലേ? അടുത്തത് എന്താണ്? നിങ്ങൾക്ക് സ്വയം സഹായിക്കാമായിരുന്നില്ലേ? അല്ലെ, നിങ്ങൾക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം സഹായിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വയം സഹായിക്കാമായിരുന്നില്ലേ? എങ്ങനെയാണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കും? നിങ്ങൾ എങ്ങനെ ചോദിക്കും? യു ആണ്. couldn't you have helped yourself? നിങ്ങളെ തന്നെ സഹായിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കാമായിരുന്നില്ലേ? yourself, നിങ്ങളെ തന്നെ സഹായിക്കാമായിരുന്നില്ലേ? പിന്നെ നിനക്ക് അപ്പോ പറയായിരുന്നില്ലേ? നിനക്ക് ആ കാര്യം അപ്പോൾ പറയായിരുന്നില്ലേ? നിനക്ക് അല്ലെങ്കിൽ ഇപ്പോ വൈറ്റ് ഡ്രസ്സ് എടുത്തു, നിനക്ക് റെഡ് ആയിരുന്നു ഇഷ്ടമെന്ന് അപ്പോൾ പറയാമായിരുന്നില്ലേ? നിനക്ക് എങ്ങനെ പറയണം? അപ്പോൾ പറയാമായിരുന്നു. നിനക്ക് അപ്പോൾ പറയാമായിരുന്നു എന്ന് എങ്ങനെ പറയണം? നിനക്ക് യു കുഡ് ഹാവ്, പറയുക ടോൾഡ്, യു കുഡ് ഹാവ് ടോൾഡ്, നിനക്ക് പറയാമായിരുന്നു, ദെൻ അപ്പോൾ. ഇനി അപ്പോൾ പറയാമായിരുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കണം? couldn't you have told, then അപ്പോൾ പറയാമായിരുന്നില്ലേ? couldn't you have told, then അപ്പോൾ പറയാമായിരുന്നില്ലേ? ഇനി എന്നോടാണെങ്കിൽ me എന്ന് ചേർക്കുക. told me, then എന്നോട് പറയാമായിരുന്നില്ലേ? ഇപ്പൊ കുറേ സെന്റൻസ്, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ കുഡ് ഹാവും പഠിച്ചു, ചോദ്യം ചോദിക്കാനും പഠിച്ചു. കുഡ് ഹാവ് വെർബ് V3 ആണ്. അപ്പോൾ എന്താണ്? എൻ്റെ സങ്കടം അല്ലെങ്കിൽ എൻ്റെ ഒരു പരിഭവം, എൻ്റെ ഒരു പരാതി നിങ്ങളോട് പറയാണ്, ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാമായിരുന്നില്ലേ? എൻ്റെ ഒരു, അപ്പൊ നിങ്ങൾ ഓർക്കും അവിടെ ഡിഡ് വെക്കത്തില്ലേ അല്ലെങ്കിൽ വാസ് വെക്കത്തില്ല. അല്ല, ഇതെന്താ നമ്മൾ പറയണത്? എൻ്റെ ഒരു പരാതിയാണ്. നീ അതിലേക്കോടെയല്ലേ വന്നത്, ആ വഴിക്കല്ലേ വന്നത്, ആ വഴിക്കല്ലേ അമ്മച്ചി മേലാതെ കിടക്കുന്നത്, നിനക്ക് അവിടെ ഒന്ന് കേറാമായിരുന്നില്ലേ? അതെന്താണ്? എല്ലാ അമ്മമാരും ചിലപ്പോൾ മക്കളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് അവിടെ ഒന്ന് കയറി അവരെ കണ്ടിട്ട് വരാമായിരുന്നില്ലേ? അത് എൻ്റെ ഒരു പരിഭവം പറച്ചിലാണ്, എൻ്റെ ഒരു വിഷമം, അവൻ കാണണമെന്ന് ആഗ്രഹമാണ്, എനിക്ക് കാരണം ചെയ്തിട്ടില്ല അവൻ. അപ്പോൾ എൻ്റെ ഒരു പരിഭവം പറച്ചിലാണ് അത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് കുഡ് ഹാവ് V3. ഇനി ചെയ്യാമായിരുന്നില്ലേ? നിനക്ക് അവിടെ ഒന്ന് പോകാമായിരുന്നില്ലേ? അവൾക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമായിരുന്നില്ലേ? കട തുറക്കാമായിരുന്നില്ലേ? ഇന്നിങ്ങനെ നമുക്ക് ചോദിക്കണമെങ്കിൽ കുഡിന്റ്, സബ്ജക്റ്റ്, ഹാവ്, V3, ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ ആയി മാറി. ചെയ്യാമായിരുന്നില്ലേ? പരിഭവം ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുഡിന്റ്, സബ്ജക്റ്റ്, ഹാവ്, V3 കൊടുത്താൽ ചെയ്യാമായിരുന്നില്ലേ എന്ന് മനസ്സിലാകും. ചെറിയ ഒരു കൺഫ്യൂഷൻ വന്നോ? ഇല്ല അല്ലെ? ഇതിനകത്ത് കൺഫ്യൂഷൻ വരാനോ ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കുമ്പോൾ പ്രശ്നം വരാൻ മാത്രം ഒന്നുമില്ല. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിഷമം പറച്ചിലാണെന്ന് ഓർക്കുക. നമുക്ക് വിഷമം വരുമ്പോൾ അത് നമ്മൾ നിനക്ക് ഒരു സങ്കടം, ഒരു കഴിഞ്ഞു പോയ ഒരു സങ്കടം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കുഡ് ഹാവ്. നമ്മുടെ ഒരു പരിഭവം പറയാൻ ഉപയോഗിക്കുന്നതാണ് കുഡ് ഹാവ്.
അപ്പൊ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കുഡിന്റ് സബ്ജക്റ്റ് ഹാവാണ് നമ്മൾ ചേർക്കേണ്ടത്. V3 ആണ്, ഹാസ് ഹാവും വന്നാൽ V3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൊടുക്കണം. അതിലാണ് ഞാൻ എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കമൻറ്റ് ബോക്സ്. കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ കണ്ട ഒരു കമൻ്റ് ആണ്, സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ, സെൻറ്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം ഇതൊക്കെ പഠിച്ചു, ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് പറയുക. അത് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് തന്നെ തിരിച്ചു വന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഓരോ രീതിയിലുള്ളതും നമുക്ക് ചോദിച്ച് പഠിക്കാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ, IELTSനോ OETക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവർക്കൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയുക. അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി കാണാം.